നാടും നമ്മളും പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ കർഷകർ ഉയർന്നു വരുന്ന സമയമാണ്. അത്തരത്തിലൊരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കൊല്ലം സ്വദേശി സുബിത്ത. സുബിത്തിൻ്റെ കൃഷിവിശേഷങ്ങൾ കണ്ടുവരാം. കൊട്ടാരക്കര പൂവറ്റൂർ തെങ്ങുംതറ ഏലായിലേക്കാണ് ആദ്യം. അവിടെ പച്ച പിടിച്ച പാടശേഖരത്തിന് കൃഷി പണ്ട് തൊട്ടേ തന്നെ കുടുംബത്ത് അപ്പൂപ്പനൊക്കെ പണ്ട് തൊട്ടേ തന്നെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. കാർഷിക കുടുംബമാണ് നമ്മുടെ കുടുംബക്കാർക്കെല്ലാം. എൻ്റെ അമ്മ വീട്ടിലും അച്ഛൻ വീട്ടിലും എല്ലാം നന്നായിട്ട് കൃഷി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃഷിയോടുള്ളൊരു താല്പര്യം നന്നായിട്ട് വന്നു. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്തിരുന്നു. അതിനുശേഷം ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കാര്യമായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ അത്യാവശ്യം കണ്ടിട്ട് 10 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പരമ്പരാഗത വിത്തുകൾ, അന്യം നിന്ന് പോകുന്ന പരമ്പരാഗത വിത്തുകൾ പലതും കൃഷി ചെയ്ത് ഇവിടെ നമ്മൾ ആളുകൾക്ക് അതിൻ്റെ പരിചയപ്പെടുത്തുകയും അത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. രക്തശാലി 3000-ഓളം വർഷം പഴക്കമുള്ള ഒരു നെല്ലാണ് രക്തശാലി. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ രക്തശാലി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. വയനാട്ടെ ഗോത്രവിഭാഗക്കാരുടെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നു. അന്ന് രാജാക്കന്മാർക്ക് വേണ്ടി മാത്രം കൃഷി ചെയ്തതാണ് രക്തശാലി. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണകൗമോദം എന്ന് പറഞ്ഞാൽ തിരുപ്പതി അമ്പലത്തിലെ നിവേദ്യം ചെയ്യുന്നത് അവിടെ പായസം വെക്കുന്നതായിട്ടുള്ള ഗുജറാത്ത് ബസുമതി എന്ന് പറഞ്ഞാൽ കൃഷ്ണകൗമോദ്, ആ നെല്ല് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കണിച്ചമ്പാവ് എന്ന് പറഞ്ഞാൽ ചെമ്പാവിൻ്റെ നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ട്, ചെമ്പാവ് നെല്ലെന്നൊക്കെ പറയുന്ന സാധനം. അതിൻ്റെ കണിച്ചമ്പാവ് എന്ന് പറയുന്നത് അതും ഒരു വെറൈറ്റി ഇതാണ്. ആ കൃഷി അതും നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാലാബാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം ഈ നാട്ടിൽ നിലവിൽ ഏറ്റവും വില കൂടിയ നെല്ല്. നമ്മുടെ നാട്ടിലെ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ അവർ മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ നെല്ല് വളരെ കുറഞ്ഞ അളവിൽ എൻ്റെ ഒരു സുഹൃത്ത് തൊട്ട അയൽവക്കക്കാരനൊരാൾ നാഗാലാൻഡിലാണ്. നാഗാലാൻഡുകാരനായ ഒരു ആദിവാസി പട്ടാളക്കാരിൽ നിന്നും ഒരു പിടി നെല്ല് കൊണ്ട് എനിക്ക് വിത്ത് കൊണ്ട് തന്നു. ആ വിത്ത് ഞാൻ കുറച്ച് കൂടുതലാക്കി ഇപ്രാവശ്യം 50 സെൻറ്റിലോളം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കാശ്മീരി ബിരിയാണിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഏകദേശം ഈ വയലെന്ന് പറയുന്നത് ഏകദേശം 2500 ഏക്കർ വയലാണ്. ആ വയലിലൊക്കെ പണ്ട് മൊത്തം നെൽകൃഷി മാത്രമായിരുന്നു. ഇപ്പം ആകെ ഈ പുഴവട്ട് 2.5 ഏക്കറോളം മാത്രമാണ് നെൽകൃഷി ചെയ്യുന്നത്. അത് മൊത്തം ചെയ്യുന്നത് ഞാനാണ്. അധ്യാപനമാണോ കൃഷിയാണോ ഏറെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ കൃഷി തൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണെന്നാണ് സുബിത്തിൻ്റെ മറുപടി. കൃഷിയോളം ആസ്വാദ്യകരമായ മറ്റൊന്നും തനിക്കില്ലെന്നും ഈ യുവകർഷകൻ പറയുന്നു. കൃഷി നമ്മുടെ ഒരു ഏറ്റവും വലിയ
ഒരു സന്തോഷമാണ്. ഇതൊരു ഒരു പാഷനാണ്. അതിനപ്പുറത്തേക്ക് അതിൽ നിന്ന് ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ, പണ്ട് അപ്പവും പറയായിരുന്നു ഈ കണ്ടം കടവിടത്തില്ലെന്ന് പറയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല. ഇതിപ്പം ഇപ്രാവശ്യം നമുക്ക് നഷ്ടം വന്നാലേ അടുത്ത പ്രാവശ്യം ഇത് ലാഭമായി തന്നെ വരും. കൃഷി ഒരു സാധാരണഗതിയിൽ ഒരു സാമ്പത്തിക ലാഭം എന്നതിനപ്പുറത്തേക്ക് നമുക്കിതിൽ നിന്ന് കിട്ടുന്നൊരു വലിയൊരു അവസ്ഥയുണ്ട്. അതായത് കുറേ പേർക്ക് ജോലി നൽകുന്നു, അവർക്ക് കിട്ടുന്ന ഇത് ഈ കൃഷി ചെയ്യുന്നതിനകത്തുണ്ടാകുന്ന കുറേ തൊഴിൽ ദിനങ്ങൾ, ഈ നല്ല വലിയ കീടനാശിനിയോ അല്ലെങ്കിൽ ഒന്നും അടിക്കാതെ തന്നെ ഞാനിതിനകത്ത് ഉപയോഗിക്കുന്ന കൂടുതലും അവിടെ കണ്ടാൽ അറിയാം നമ്മുടെ കോഴിവളവും ചാണകപ്പൊടിയും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ തന്നെ കീടനാശിനി അടിക്കാത്ത വിഷമില്ലാത്ത നല്ല ആഹാരം നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാൻ സാധിക്കുന്നതിനകത്തൊക്കെ വലിയ സന്തോഷമുണ്ട്. അത് തന്നെയാണ് അതിനകത്ത് ലാഭം എന്ന് പറയുന്നത്. അല്ലാതെ കൃഷിയിൽ നിന്നും കിട്ടുന്ന സാമ്പത്തിക ലാഭത്തിനപ്പുറത്തേക്ക് ആ ലാഭം തന്നെയാണ് കാണുന്നത്. അതിൽ വളരെ സംതൃപ്തനാണ്. കൃഷിയിടത്തേക്ക് സുബിത്തിനെ കൈപിടിച്ചിറക്കിയത് സൈനികൻ കൂടിയായ അച്ഛൻ ബാഹുലയൻ നായരാണ്. അവസാന നാളുകളിൽ മുത്തശ്ശന് നൽകിയ വാക്കു പാലിക്കാൻ കലപ്പയും നുകവുമായി സുബിത്ത് കണ്ടം പൂട്ടാൻ വയലിലേക്കിറങ്ങി. എൻ്റെ അപ്പൂപ്പൻ മരിക്കുമ്പോഴേ അവനോട് പറഞ്ഞു കൃഷിയൊന്നും കളയരുത്, കൃഷി ചെയ്യണമെന്ന്. അതിനനുസരിച്ചാണ് അവനിപ്പോൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കിന് മാറ്റമില്ലെന്നും പറഞ്ഞു. ഞാൻ വഴക്കാം, എന്തിനാ ഇതെല്ലാം കൂടെ നിനക്ക് ജോലിയുണ്ട്, പിന്നെ നിനക്ക് നമുക്കുള്ള നിലവുണ്ട്, അതും കൃഷി ചെയ്താൽ മതി. അത് പറഞ്ഞാൽ അവൻ കേൾക്കുകയില്ല. പിന്നെന്തോ ചെയ്യാൻ, ഞാൻ അവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. അല്ല, മരച്ചീനി 50 സെൻറ്റിൽ, ചേനയും ചേമ്പും മത്തനും നാളികേരവുമെന്നു വേണ്ട, ഇവിടുത്തെ കൃഷി അച്ഛനും അപ്പൂപ്പനും പഠിപ്പിച്ച കാർഷിക പാഠങ്ങൾ മകനിലേക്കും പകർന്നു നൽകുകയാണെന്ന സുബിത്ത്. സ്കൂൾ വിട്ടു വന്നാൽ മകൻ അഗ്നിഭത് അച്ഛൻ്റെ കൈപിടിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. പോയ വർഷം കുളക്കട പഞ്ചായത്തിലെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള പുരസ്കാരവും ഈ 2ാം ക്ലാസ്സുകാരൻ സ്വന്തമാക്കിയിരുന്നു. അപർണയ്ക്കും ഭർത്താവായ സുബിത്തിൻ്റെ കൃഷിയോടുള്ള അഭിനിവേശത്തിൽ അഭിമാനമാണ്. വിഷമില്ലാത്ത അരിയും പച്ചക്കറിയും പൂവറ്റൂരിനപ്പുറം ഓരോ വീടുകളിലും എത്തണമെന്നും ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയണമെന്നും അപർണയും പറയുന്നു. ഇതിലേക്ക് കടന്നപ്പോൾ നമ്മൾ ആരും തന്നെ വേണ്ട, അങ്ങനെ ചെയ്യണ്ട, ഇത് നഷ്ടമാണ്, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാര്യം അദ്ദേഹം ചെയ്യുമ്പോൾ അതിൻ്റെ 100% അദ്ദേഹം കൊടുക്കും എന്നറിയാം. കാര്യം ഞങ്ങൾ, അതായത് അതിൻ്റെ ഉപഭോക്താക്കൾ എന്ന നിലയിൽ വിഷമില്ലാത്ത സാധനങ്ങൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പം ഈ 2 കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക്.
2 കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും വിഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ആഹാരത്തിൻ്റെ കാര്യത്തിൽ അതിനെ പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ഈ പറഞ്ഞ നെൽകൃഷി നമുക്കുണ്ട്. അതും രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് നമ്മൾ രക്തശാലിയുണ്ട്, ഈ പറഞ്ഞ ബ്ലാക്ക് റൈസ് ഉണ്ട്, റെഡ് റൈസ് എന്നാണ് രക്തശാലിയെ നമ്മൾ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ തിരുപ്പതി അമ്പലത്തിൽ മാത്രം കണ്ടുവരുന്ന അരി നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വെളിയിൽ കൊടുക്കുന്നൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന്. അതായത് പായസം വെക്കാനായിട്ടാണ് നമ്മൾ ആ ഒരു അരി നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ബിരിയാണി റൈസ് ഉണ്ട്, അങ്ങനെ പല നെല്ലിനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വീടാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയി നമ്മൾ മേടിക്കുന്നില്ല, അരി മേടിക്കുന്നില്ല. ഈ പച്ചക്കറി ആണെങ്കിൽ തന്നെ ഇതാ കണ്ടില്ലേ, ഇതുണ്ടോ കുരടിച്ചൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെസ്റ്റിസൈഡോ ഒരു തരത്തിലുള്ള ഇൻസെക്ടിസൈഡോ ഒന്നും അടിക്കുന്നില്ല. ആകെ കൂടെ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞില്ലേ, ഈ പറയുന്ന ഈ ഈച്ചക്കണിയിൽ അത് മാത്രമാണ് നമ്മൾ ഇതായിട്ട് വെക്കുന്നതെന്ന് പറയാം. പിന്നെ ഇതാണ് നമ്മുടെ ഒരു റിസ്ക് എടുക്കാന്നുള്ളത് തന്നെയാണ്. അല്ലാതെ നമ്മൾ സപ്പോർട്ടേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ അമ്മയാണ് നോക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ ഇദ്ദേഹം തന്നെയാണ്. ബാക്കി 2 വിജയമാവന്മാരുണ്ട് നമുക്ക്, അവരാണ് നമ്മുടെ നെടുന്തൂണെന്ന് പറയുന്നത്. അവരും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. മനോധൈര്യം ഇതിൻ്റെ പിന്നിൽ വേണം നമുക്ക്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നമുക്ക് എന്നാൽ കൃഷി ചെയ്യാം, ദൂരെ നിന്ന് കാണുന്ന ഭംഗിയല്ല ഒരിക്കലും കൃഷി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ തന്നെ നിങ്ങളൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആഹാ എന്താ നല്ല പച്ചപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്നൊരാൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ ഇതിൻ്റെ കൂടെ നടക്കുന്ന ആൾ നെഞ്ച് തീയാണ്, ഓരോ നിമിഷവും തീയായിട്ടായിരിക്കും നടക്കുക. കാര്യം ഒരു മഴ പെയ്തു, അവിടെ എന്താകും, എന്ത് പരുവമായി കാണും എന്നുള്ള ഒരു ഇതിലായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടില്ലായിരുന്നു, ആ നെൽപ്പാടം കണ്ടില്ലേ, അത് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്ന് താഴെ വീണാൽ മതി, എല്ലാം അങ്ങ് പോവും. മനോധൈര്യവും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാൽക്കുലേഷൻ. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു 50 സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ ഒരു ഇതിട്ടേക്കുന്നത്. അതായത് ഇത്തവണത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലും നമുക്ക് ഇതൊരു ലോസ് ആണെന്നോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഗെയിൻ ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അടുത്ത വട്ടം തൊട്ട് കുറച്ചെങ്കിലും നമുക്ക് ഗെയിൻ ഉണ്ടാകാം. അതായത് അതൊരു കാൽക്കുലേഷനാണ്. ഇതെന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ്റെ രൂപത്തിൽ പോകുന്ന നഷ്ടം വരാം. വിളകളൊക്കെ വിപണിയിൽ എത്തിക്കും മുമ്പ് ചാക്കിലാക്കി തയ്യാറാക്കാനും മറ്റും അമ്മ ശ്യാമളയും ചേരും. അങ്ങനെ പൂവറ്റൂർ ശ്യാമളത്തിൽ തിരക്കിൻ്റെ മേളമാണ് എപ്പോഴും. ഇക്കഴിഞ്ഞ കോവിഡ് കാലത്താണ് സുബിത്ത പാട്ടകൃഷി കൂടുതൽ വ്യാപിപ്പിച്ചത്. നാട്ടിൽ കുറച്ചു പേർക്കെങ്കിലും തൊഴിൽ നൽകുകയായിരുന്നു ലക്ഷ്യം. നാട്ടിലെ 2 വിജയൻ ചേട്ടന്മാരും പരമ്പരാഗത കൃഷിക്കാരിൽ ചിലരും സുബിത്തിനൊപ്പം ചേർന്നതോടെ 100 മേനിയും വിളഞ്ഞു. ഇത്രയും ആളുകൾക്ക് ഒരു പ്രോത്സാഹനവും ജോലിയുടെ അവസരം ഉണ്ടായിത്തരികയും ഇതേപോലെ പുതിയ കർഷകർ വരണമെന്നാണ്, മുന്നോട്ട് വരണമെന്നാണ് വരേണ്ടുന്നൊരു ആവശ്യകത വന്നിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പിന്നെ കൃഷി കൊണ്ട് ലാഭമുണ്ട്, പിന്നെ ലാഭനഷ്ടങ്ങളെ മാത്രം നോക്കാതെ തന്നെ പ്രോത്സാഹനം എന്ന രീതിയിൽ യുവകർഷകൻ എന്ന നിലയിൽ സുബിത്ത് നന്നായി ചെയ്യുന്നുണ്ട്. ഇവിടെ എൻ്റെ ഒരു അളിയൻ ഉണ്ട്, എൻ്റെ കൂട്ടുകാരനായിട്ട്. ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ്, വിജയൻപിള്ള എന്ന് പറയും. അദ്ദേഹം ഞങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ച് സഹകരിച്ചിങ്ങനെ പോവുകയാണ്. തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. കൊറോണ കാലത്ത് ജോലിയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ സുബിത്ത് മുന്നോട്ട് വരികയും ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാവുകയും ജോലിയുടെ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളത് സ്വന്തം കൃഷിയിടം പോലെ തന്നെ സൂക്ഷിക്കുന്നു. പിന്നെ സുബിത്തിൻ്റെ നഷ്ടം വരരുത് എന്നുള്ള രീതിയിൽ തന്നെ ഉള്ളൊരു പ്രവർത്തനമാണ്. അത്ര കൃത്യമായ സമയനിഷ്ഠയൊന്നും നോക്കാതെ കുറേ നേരത്തെ ജോലിക്ക് ഇറങ്ങുന്നു. പിന്നെ കുറേ നല്ല രീതിയിൽ അത് വേണമെന്ന് നോക്കി ചെയ്യുകയാണ്. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
തെരഞ്ഞെടുക്കപ്പെട്ട സുബിത്തിന് കൃഷിയോട് മുഖം തിരിക്കുന്ന യുവതലമുറയോട് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കണം. കൃഷി എന്നത് സാധനം ഒരു സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് ഇതൊരു പാഷനായിട്ട് കണ്ടു നടന്നാൽ മാത്രമേ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കൃഷി എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല, അതൊരു പാഷനാണ്. ആ പാഷൻ എന്ന് പറയുന്നത് അതിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. നമ്മളൊരു ലാഭം എന്നത് ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു ഇതിലേക്ക് ഇറക്കുന്ന ഒരു 1 ലക്ഷം രൂപ ഇറക്കിയാൽ ആ 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നു, അല്ലെങ്കിൽ അതിനകത്ത് 2 ലക്ഷം കിട്ടുന്നു. അങ്ങനെ ഒരു സാമ്പത്തിക ലാഭത്തിനപ്പുറത്തേക്ക് നമ്മൾ ഈ 1 ലക്ഷം രൂപ ഇറക്കുമ്പോഴത്തേന് അതിനകത്ത് കിട്ടുന്ന ഇപ്പോൾ വിത്ത് കൊടുക്കുന്ന കർഷകന്, അല്ലെങ്കിൽ കടക്കാരന്, അത് കഴിഞ്ഞ് വളം കൊടുക്കുന്ന കടക്കാരൻ, ഈ ടില്ലർ പൂട്ടുന്ന ആൾ, അങ്ങനെ ഈ പണിയെടുക്കുന്ന ആൾ, അവർക്ക് കൊടുക്കുന്ന ശമ്പളം, അങ്ങനെ ഇതൊരു വലിയൊരു ഒരു മൂവ്മെൻ്റാണ്. ഇതൊരു അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഒരു കർഷകൻ ഒരേക്കർ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സമൂഹത്തിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തെയാണ് ലാഭമായിട്ട് കണക്കാക്കേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഇതിനകത്ത് സാമ്പത്തിക ലാഭം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആരും ഇറങ്ങാൻ പറ്റത്തില്ല. ഇതെപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇതിനകത്തുനിന്ന് ഈ സമൂഹത്തിൽ കർഷകൻ ചെയ്യുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റത്തിലേക്ക് അത് ലാഭമായിട്ട് കണ്ടാൽ, അതാണ് ലാഭമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അതൊരു പാഷനായിട്ട് കൊണ്ട് നടന്നത്, കൃഷി ഒരു പാഷനായിട്ട് കൊണ്ട് നടന്നാൽ മാത്രമേ ഇത് ലാഭമാക്കാൻ പറ്റൂ. അല്ലാതെ തന്നെ സാമ്പത്തിക ലാഭമൊന്നും നോക്കിയിട്ട് ഞാനിതുവരെയും ഒരു തരത്തിലുള്ള കണക്ക് എഴുതി വെച്ചിട്ടല്ല ഇതിനകത്ത് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുക, ഈ പറഞ്ഞ തരിശ് കിടക്കുന്ന സാധനങ്ങളെ കാണുമ്പോൾ അവരോട് ചോദിച്ച സാധനം എടുത്ത് അത് കൃഷി ചെയ്യുന്നു. അതിനകത്തുനിന്ന് കിട്ടുന്ന അത് വളർന്ന് അതിനകത്തൊരു ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ആ സന്തോഷത്തിന് എത്ര വിലയിട്ടാലും പറ്റത്തില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ സന്തോഷം. ഞാൻ 100% ഉറപ്പായിട്ട് പറയാം, ബാക്കി എന്ത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ലാഭം കൃഷിയിൽ നിന്ന് കിട്ടും. അത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഏത് കൃഷിയാണെങ്കിലും അത് 100% ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ അതിൽ നിന്ന് ലാഭം കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ഈ തവണ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ കിട്ടും. അത് ഒരു തവണ കൊണ്ട് ചെയ്ത് പൊളിഞ്ഞു പോയാൽ പിന്നെ വേണ്ടാന്ന് വെക്കുന്നതല്ല. ഇത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിൻ്റെ അത്രയും ലാഭം കിട്ടുന്നൊരു സാധനവും വേറെ ഒന്നുമില്ല. കൃഷിക്കപ്പുറത്തേക്ക് ലാഭം കിട്ടുന്ന ഒന്നും അതിൽ വേറെ ഒന്നുമില്ലെന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് തന്നെ ഞാൻ പറയാം. കാർഷിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കൃഷിമന്ത്രിയോടും സംസ്ഥാന സർക്കാരിനോടും നന്ദി പറയുകയാണ് സുബിത്ത. ഒപ്പം കാട്ടുമൃഗശല്യവും വിലയിടിവും കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ വിളകൾക്ക് മാന്യമായ തറവില നിശ്ചയിച്ചും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമൊരുക്കിയും കർഷകരെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെടും. സർക്കാരിനോട് ഇതിൻ്റെ ഈ പറഞ്ഞ നമ്മൾക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ നെല്ലിന് കിട്ടുന്ന കണക്കുള്ള തറവിലകൾ ബാക്കിയുള്ളതിനും കൂടിയ വിലയ്ക്ക് തറവില ചെയ്ത് ഇത് കർഷകരിൽ നിന്ന് നേരിട്ട് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ വളരെ ഇതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്ഷുദ്രജീവികളുടെ, ഈ പറഞ്ഞ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ഈ പറഞ്ഞ കൃഷിയെ സംരക്ഷിക്കാനൊരു അവസരം, അതും രണ്ടുമാണ് നമ്മൾ സർക്കാരിനോട് പറയുന്നത്. ബാക്കി എല്ലാ തരത്തിലും നമുക്ക് സർക്കാർ നല്ല അനുകൂലമാണ്. എല്ലാ തരത്തിലും ഈ പറഞ്ഞ തരിശ് നിലങ്ങളൊക്കെ കൃഷി ചെയ്യുന്നത് അതിലൊക്കെ വലിയ ഇത് തന്നെയാണുള്ളത്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സർക്കാരുമാണിതുള്ളത്. അതിലൊരു ഇതുമില്ല. പക്ഷേ ഈ പറഞ്ഞ ഈ തറവില നിശ്ചയിച്ച് ബാക്കിയുള്ളതിനെല്ലാം നല്ല രീതിയിൽ വില കിട്ടിയാൽ നമുക്ക് വലിയ സന്തോഷമാവും. പാലും പച്ചക്കറിയും നെല്ലും നാളികേരവുമൊക്കെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന സുബിത്ത ഉപഭോഗ സംസ്കാരത്തിൽ നിന്നും ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാകാൻ നാടിനെ പഠിപ്പിക്കുന്ന നല്ലൊരു നാടും നമ്മളും പരിപാടിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.